കോൺഗ്രസിൻ്റെ പാലക്കാട്ടുള്ള സ്ഥാനാർത്ഥികളുടെ നിർണയത്തിൽ, അതിൻ്റെ യോഗത്തിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിൽ, അവർക്ക് വേണ്ടിയിട്ടുള്ള വീട് കയറിയുള്ള പ്രചരണം ഇതെല്ലാം നടത്തി. എന്തേ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് ഇയാളോട് ചോദിക്കാമായിരുന്നില്ലേ? നിങ്ങളുടേത് എന്ന് കരുതുന്ന ഒരു ശബ്ദം പുറത്തു വരുന്നു, നിങ്ങളുടെ ആണോ അല്ലയോ? ഇതുവരെ നിഷേധിക്കാൻ പോലും രാഹുലിന് തയ്യാറായിട്ടില്ല, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതൃത്വം അത് ചോദിച്ചിട്ടില്ല. ഇപ്പോൾ ഗത്യന്തരമില്ലാതായപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മാലപ്പടക്കം പോലെ ഇനിയും പരാതികൾ വരും. പരാതികൾ ഇപ്പോൾ വന്നത് എങ്ങനെയൊക്കെയാ? ഞാൻ ഈ കാര്യം നേരത്തെ അറിയിച്ചിരുന്നു. ഇയാളുടെ സ്വഭാവ വൈകൃതത്തെപ്പറ്റി, ഒരു ഇരപിടിയനായി നടക്കുന്ന രാഷ്ട്രീയമെന്ന് പറയുന്നത് പെണ്ണ് പിടിക്കാനുള്ള ലൈസൻസാണ് എന്ന് കരുതി നടക്കുന്ന ഒരാളെക്കുറിച്ച് ഞാൻ ഷാഫി പറമ്പലിനോട് അറിയിച്ചിരുന്നു. എന്ന് പറഞ്ഞതാരാ? CPM-കാരോ DYFI-കാരോ അല്ല പറഞ്ഞത്. യൂത്ത് കോൺഗ്രസിൻ്റെ കമ്മിറ്റിയിലുണ്ടായിരുന്ന ഒരു വനിത അന്ന് പറഞ്ഞപ്പോൾ ഹൂ കെയേഴ്സ് എന്ന സമീപനം ആരെടുത്തു? അതായത് ഇത്തരം ഒരാൾ എങ്ങനെ കോൺഗ്രസിൽ വളർന്നു, അയാൾക്കെതിരായി ഉയർന്നു വന്നിട്ടുള്ള പരാതികളെ എന്തുകൊണ്ട് അവഗണിച്ചു, അയാൾക്കെതിരെ നടപടിയെടുക്കാൻ എന്തുകൊണ്ട് ഇത്ര വൈകി? ഈ ചോദ്യങ്ങളെല്ലാം വാലിഡ് ആണ്, നിശ്ചയമായും അത് കോൺഗ്രസിനോട് ചോദിക്കേണ്ട ചോദ്യമാണ്. പക്ഷേ ഈ സന്ദർഭത്തിൽ രാഹുലിനെ നിശ്ചയമായും അയാൾ ഇരപിടിയനാണ് എന്ന പ്രശ്നം കോൺഗ്രസിന്റെ മുമ്പിലുള്ളതാണ്, പരാതികളായും അല്ലാതെയും വന്നിട്ടുള്ളതാണ്. അയാളെ വളർത്തിക്കൊണ്ടുവരാൻ സവിശേഷ താല്പര്യം ചില കേന്ദ്രങ്ങൾ കാണിച്ചു, ഗോഡ് ഫാദർമാർ പ്രവർത്തിച്ചു, വസ്തുതയാണ്. കോൺഗ്രസ് മറുപടി വരേണ്ട കാര്യമാണ്. എങ്കിലും ഞാൻ ആദ്യം ചോദിക്കുന്നത്, ഈ സന്ദർഭത്തിൽ അയാളെ പൂർണ്ണമായും കുടഞ്ഞെറിയാൻ ആ പാർട്ടി തീരുമാനിച്ചു. അത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ വികാരത്തെ ഒരു പാർട്ടി മാനിക്കലാണ്. കേരളീയ പൊതുസമൂഹം രാഹുലിനെ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അയാളെ കൊണ്ട് നടക്കാൻ കഴിയില്ല. കേരളത്തിലെ ജനറൽ പബ്ലിക്കിന്റെ വികാരത്തെ ഒരു പാർട്ടി മാനിക്കുന്നു എന്നത് മാനിക്കാത്ത പാർട്ടികൾക്കൊരു പാഠമല്ലേ? പക്ഷെ താങ്കൾ പറഞ്ഞത് നമുക്ക് അംഗീകരിക്കാം. കോൺഗ്രസിൻ്റെ നേതൃത്വം ഈ വിവാദം ഉയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ, ആരോപണങ്ങൾ ഉയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ അന്വേഷിച്ച് ഈ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തി ഇയാൾക്കെതിരായി നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ, കോൺഗ്രസിൽ നിന്ന് പുറന്തള്ളിയിരുന്നുവെങ്കിൽ ഈ കാര്യം മനസ്സിലാക്കാം. എത്രയോ കോൺഗ്രസിൻ്റെ നേതാക്കൾ പറഞ്ഞു, ഉമാ തോമസ് അടക്കമുള്ള കേരളത്തിലെ വനിതാ MLA-മാർ, കോൺഗ്രസിൻ്റെ നേതാക്കൾ പറഞ്ഞു ഇയാളെ കോൺഗ്രസ് വെച്ചുകൊണ്ടിരിക്കരുത്. അതിനുശേഷമാണ് വീക്ഷണം പത്രം മുഖപ്രസംഗം എഴുതുന്നത്, KPCC-യുടെ മുൻ പ്രസിഡന്റ് ഇയാളെ ന്യായീകരിക്കുന്നത്, UDF-ന്റെ കൺവീനർ ഇയാളെ ന്യായീകരിക്കുന്നത്. ഇതെല്ലാം കേരളത്തിൽ നടന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ എന്ന വാക്കു തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഗത്യന്തരമില്ലാത്ത സാഹചര്യത്തിലാണ് ഇയാളെ പുറത്താക്കിക്കൊണ്ടുള്ള നടപടി കോൺഗ്രസ് എടുത്തത്. കോൺഗ്രസ് അതിന് നിർബന്ധിതമായി കോൺഗ്രസിന്റെ ധാർമ്മികമായ പ്രതലമോ ബോധ്യമോ അല്ല ഇതിനവരെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക എന്നാണ് CPIM പറയുന്ന അഭിപ്രായം. വസന്ത സൂര്യക്കന്റെ